ಬಲಿಯಾಗಿ ಹೋಗಿರತಕ್ಕಂಥ ಅಥವಾ ದೇಶಕ್ಕಾಗಿ ಪ್ರಾಣವನ್ನೇ ತ್ಯಾಗ ಮಾಡಿಕೊಂಡಂಥ ಸೇನಾ ಪಡೆಯ ಮುಖ್ಯಸ್ಥರಾದ ಶ್ರೀ ಜನರಲ್ ಬಿಪಿನ್ ರಾವತ್ ಮತ್ತು ಅವರ ಸಹ ಸೇನಾನಿಗಳು ಹಾಗೂ ಇತರ ಬೇರೆ ಬೇರೆ ಸಂದರ್ಭಗಳಲ್ಲಿ ಆದಂಥ ಭದ್ರತಾ ಪಡೆಗಳ ಅವರಿಗೂ ಅದೇ ರೀತಿಯಲ್ಲಿ ನಮ್ಮ ಸಂಘಟನೆಯ ನಮ್ಮಲ್ಲಿ ಇದ್ದು ಆಗಲಿದಂಥ ಸದಸ್ಯರು, ಮುಖ್ಯವಾಗಿ ನಮ್ಮ ಪ್ರಾಂತ್ಯ ಉಪಾಧ್ಯಕ್ಷರಾಗಿದ್ದಂಥ ತಲೆಂಗಳ ರಾಮಚಂದ್ರ ಭಟ್, ಅದೇ ರೀತಿಯಲ್ಲಿ ಸಂಘ ಪರಿವಾರ ಸಹ ಸಂಘಟನೆಯ ಸದಸ್ಯರು ಅನೇಕರು ಆಗಲಿದ್ದಾರೆ. ಈ 1 ವರ್ಷ ಕಾಲದಲ್ಲಿ ಆಗಲಿದಂಥ ಇವರೆಲ್ಲರಿಗೂ ಕೂಡ ಭಾವಪೂರ್ಣ ಶ್ರದ್ಧಾಂಜಲಿಯನ್ನು ಹೇಳಿಕೊಳ್ಳಕ್ಕಾಗಿ ಅಧ್ಯಕ್ಷರಲ್ಲಿ ವಿನಯಪೂರ್ವಕ ವಿನಂತಿಸಿಕೊಳ್ಳುತ್ತಿದ್ದೇನೆ. ಈ ಸಮಾರಂಭದ ಅಧ್ಯಕ್ಷ ಸ್ಥಾನವನ್ನು ನಮ್ಮ ಜಿಲ್ಲಾಧ್ಯಕ್ಷರಾದ ಶ್ರೀಯುತ ಎಂ ಶ್ರೀಧರ್ ಭಟ್ ರಿಟೈರ್ಡ್ ಆರ್ಡಿಒ ಅವರು ವಹಿಸಿಕೊಳ್ಳಿದ್ದಾರೆ. ಅವರನ್ನು ನಮ್ಮ ನಿಮ್ಮೆಲ್ಲರ ಪರವಾಗಿ ಹಾರ್ದಿಕವಾಗಿ ಸ್ವಾಗತಿಸ್ತಾ ಇದ್ದೇನೆ. അത് ഇവിടെയുള്ള ഓരോ അംഗങ്ങളെയും ഞാൻ അഭിനന്ദിക്കുകയാണ്. പക്ഷെ ഇക്കാര്യത്തിൽ എനിക്കൊന്ന് വേറെ പറയാനുള്ളത്, നമ്മുടെ ഇന്നത്തെ ഈ സമ്മേളനത്തിൽ പങ്കെടുത്തിട്ടുള്ള ഒരു 90% ആൾക്കാരും അധ്യാപക മേഖലയിൽ നിന്നുള്ളവരാണ് എന്നുള്ളതാണ്. NGO മേഖലയിൽ നിന്ന് വളരെ അപൂർവമായിട്ടുള്ള ആൾക്കാർ മാത്രമേ പങ്കെടുത്തിട്ടുള്ളൂ. മാത്രവുമല്ല, നമ്മുടെ ജില്ലയുടെ എല്ലാ ഭാഗങ്ങളെയും പ്രതിനിധീകരിക്കാൻ നമുക്ക് സാധിച്ചിട്ടില്ല. പ്രത്യേകിച്ച് നീലേശ്വരം, കാഞ്ഞങ്ങാട് ആ ഭാഗങ്ങളിൽ കൊണ്ട് ആ ഭാഗത്തുള്ള നമ്മുടെ പ്രവർത്തകർ, അവർക്കൊക്കെ നമ്മുടെ അനുഭവമുള്ള ധാരാളം ആൾക്കാരുണ്ട്. പക്ഷെ അവരെ ആരൊക്കെ ആണ് എന്ന് അറിയാനുള്ള സംവിധാനം നമ്മുടെ പരിവാര പ്രസ്ഥാനങ്ങളിൽ നിന്നും ഉണ്ടാകേണ്ടിയിരിക്കുന്നു. അനുഭവമുള്ള ധാരാളം ജീവനക്കാർ പല സ്ഥലങ്ങളിലും ഉണ്ട് എന്നറിയാം. പക്ഷെ അവരെ ബന്ധപ്പെടുവാനും അവരുമായിട്ട് സമ്മതിക്കുവാനും നമുക്ക് സാധിക്കാത്തത് കൊണ്ട് തന്നെയാണ് നമ്മുടെ മെമ്പർഷിപ്പ് നമുക്ക് വർദ്ധിപ്പിക്കുവാൻ സാധിക്കാത്തത്. സംഘത്തിൻ്റെ 100ാം വാർഷികം അടുത്തു വരുന്ന ഈ കാലഘട്ടത്തിൽ എല്ലാ പരിവാർ സംഘടനകളും നമ്മുടെ അംഗസംഖ്യ 5 ഇരട്ടിയായെങ്കിലും വർദ്ധിപ്പിക്കണമെന്നുള്ള നിർദ്ദേശം സംഘത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ട്. അതിനനുസരിച്ചിട്ടുള്ള പ്രവർത്തനം എല്ലാ ഭാഗത്തും നമ്മൾ നടക്കേണ്ടിയിരിക്കുന്നു. ഇന്ന് നമ്മെ സംബന്ധിച്ചിടത്തോളം കേന്ദ്രത്തിൽ നമുക്ക് അനുഭവപൂർവമായ ഒരു സർക്കാർ ഉണ്ടെന്നുള്ളത് കൊണ്ടും ധാരാളം ആൾക്കാർ ഈ സംഘടനയോട് അല്ലെങ്കിൽ നമ്മുടെ ഈ പ്രസ്ഥാനത്തോട് മാനസികമായിട്ട് അടുക്കാൻ തയ്യാറാണ് എന്നുള്ളത് കൊണ്ട് തന്നെ നമ്മുടെ മെമ്പർഷിപ്പ് വർദ്ധിക്കാൻ മൂല്യമോ അല്ലെങ്കിൽ സർക്കാരിൽ നിന്നുള്ള എന്തെങ്കിലും നേട്ടമോ പ്രതീക്ഷിച്ചുകൊണ്ട് ഈ സംഘടനയിൽ പ്രവർത്തിക്കുന്നവരല്ല നമ്മൾ മിക്കവരും. നമ്മുടെ സമയവും അതുപോലെ തന്നെ സാമ്പത്തികവുമായിട്ടുള്ള കാര്യങ്ങൾ സംഘടനയ്ക്ക് വേണ്ടി മാറ്റിവെച്ചുകൊണ്ട് പ്രവർത്തിക്കുന്നവരാണ് ഇന്നുള്ളത്. ഈ കാര്യത്തിൽ ഞാൻ 1-2 കാര്യങ്ങൾ പറയാൻ ആഗ്രഹിക്കുകയാണ്. നമ്മുടെ ഇന്നത്തെ ഈ ചുറ്റുപാട് അത് നമ്മളൊന്ന് വിലയിരുത്തേണ്ടിയിരിക്കുന്നു. ഇന്ന്
സംസ്ഥാനത്ത് പ്രത്യേകിച്ചും ഭാരതത്തിലെമ്പാടും ഭീകര പ്രവർത്തനങ്ങളും അതുപോലെ തന്നെ വിധ്വംസ പ്രവർത്തനങ്ങളും ധാരാളം നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നാം കടന്നു പോകുന്നത്. നമ്മെ സംബന്ധിച്ചിടത്തോളം നിർഭാഗ്യകരമെന്ന് തന്നെ പറയട്ടെ, കേരള സർക്കാർ ഈ വിധ്വംസ പ്രവർത്തകർക്കും അതുപോലെ തന്നെ വിഘടനവാദികൾക്കും ചൂട്ടുപിടിക്കുന്ന അല്ലെങ്കിൽ ചുക്കാൻ പിടിക്കുന്ന ഒരു സർക്കാരായി ദിനംപ്രതി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഒരു വിഭാഗത്തിനെ മാത്രം പ്രീണിപ്പിക്കുവാൻ വേണ്ടി തങ്ങളുടെ മുൻപ് പറഞ്ഞിരുന്ന പല ആശയങ്ങളും ബലികഴിപ്പിച്ചുകൊണ്ട് അവർക്ക് കീഴടങ്ങുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണുന്നത്. ഇന്ന് ആ വിഭാഗത്തെ പ്രീണിപ്പിക്കുവാൻ വോട്ട് ബാങ്ക് എന്ന് മാത്രം കണക്കാക്കിക്കൊണ്ട് അവരെ പരമാവധി പ്രീണിപ്പിക്കുക. നമ്മുടെ ഹിന്ദു ജനതയെ എന്ന് തന്നെ പറയാം, ഹിന്ദു ജനതയെ അവഗണിച്ചുകൊണ്ടുള്ള ഒരു പ്രവർത്തനമാണ് കേരള സർക്കാരിൻ്റെ ഭാഗത്ത് ഉണ്ടാകുന്നത്. അതിന് അവർ പ്രത്യേകിച്ച് ഈ ജിഹാദികൾ വിളയാടുന്ന ഈ കൊച്ചു കേരളത്തിൽ അവരുടെ കൂടെ സഹായം നേടിക്കൊണ്ടാണ് ഇന്ന് ഈ സർക്കാർ അധികാരത്തിൽ വന്നിട്ടുള്ളത്. സർക്കാർ ഇന്ന് മുന്നോട്ട് പോകുന്നത്. അതോടൊപ്പം തന്നെ നമ്മുടെ അതിഥി തൊഴിലാളികൾ എന്ന് പറഞ്ഞുകൊണ്ട് ബംഗ്ലാദേശിൽ നിന്നും അതുപോലെ തന്നെ മറ്റ് സ്ഥലത്തു നിന്നൊക്കെ വന്നിട്ടുള്ളവർക്ക് മുട്ടയും പാലും നൽകി പരിരക്ഷിക്കുന്ന ഒരു സംസ്ഥാനമായി കേരളം മാറിയിരിക്കുകയാണ്. അതേസമയം നുണപ്രചരണവും അതുപോലെ തന്നെ കേന്ദ്ര സർക്കാരിൻ്റെ പല ജനോപകാരപ്രദമായ പദ്ധതികളും നടപ്പിലാക്കാൻ വിമുഖത കാട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു സർക്കാരാണ് ഇന്ന് ഭരിക്കുന്നത്. നമുക്കറിയാം, ഈ ചുരുങ്ങിയ കാലം കൊണ്ട് തന്നെ നരേന്ദ്രമോദി സർക്കാർ ജനോപകാരപ്രദമായിട്ടുള്ള ധാരാളം പദ്ധതികൾ നമ്മുടെ നാട്ടിൽ നടപ്പാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് ഇവിടെ കാസർഗോഡ് ജില്ലയിൽ എന്നറിയില്ല, ഈ ജലജീവൻ പദ്ധതി പാവപ്പെട്ട ജനങ്ങൾക്ക് കുടിവെള്ളം എത്തിക്കുക എന്നുള്ള ബൃഹത്തായ പദ്ധതി, അതിൻ്റെ നല്ലൊരു ശതമാനം 55% കേന്ദ്ര ഗവൺമെൻറ്റും 30% സംസ്ഥാന പഞ്ചായത്തും 10% മാത്രമാണ് ഗുണഭോക്താവ് വഹിക്കേണ്ടത്. ആ പദ്ധതി ഇന്ന് പല സ്ഥലത്തും, ഇപ്പോൾ ഉദാഹരണമായി എനിക്ക് പറയാം, ഞാൻ വസിക്കുന്ന തളിപ്പറമ്പ് താലൂക്കാണ്. അവിടെ പരിയാരം പഞ്ചായത്തിലാണ് ഞാൻ ವಧಿಸುತ್ತದೆ. ಬಹಳ ನಮ್ಮ ಈಗಿನ ರಾಜ್ಯಕ್ಕೆ ಸ್ಥಿತಿಯ ಬಗ್ಗೆ ಬಹಳ ವಿವರವಾಗಿ ನಮಗೆ ಅರ್ಥ ಆಗುವ ರೀತಿಯಲ್ಲಿ ಅದನ್ನು ವಿವರಿಸಿದ್ದಾರೆ. ಹಲವಾರು ವಿಷಯಗಳನ್ನು ನಾವು ಅದರಲ್ಲಿ ತಗೊಳ್ಬೇಕು, ಚರ್ಚೆ ಮಾಡಬೇಕಾದ ವಿಷಯ. ಯಾಕಂದ್ರೆ ಮುಂದಿನ ದಿನಗಳಲ್ಲಿ ಬರುವಂತ ಅನಾಹುತಗಳನ್ನು ತಪ್ಪಿಸಬೇಕಿದ್ರೆ ನಾವು ಕೆಲವು ದಿಟ್ಟ ಹೆಜ್ಜೆಗಳನ್ನು ಇರಬೇಕಾದ. ಉದಾಹರಣೆ, ಅವರು ಹೇಳಿದಂತ ವ್ಯಾಪಾರವೇ ಆಗಿರ್ಬೋದು, ಇನ್ನು ಬೇಕಾದ ಸರ್ಕಾರದ ಹಲವು ಸವಲತ್ತುಗಳನ್ನು ಪಡ್ಕೊಳ್ಳೋದ್ರಲ್ಲಾಗಿರ್ಬೋದು, ಇದೆಲ್ಲದರಲ್ಲಿಯೂ ಅಲ್ಪಸಂಖ್ಯಾತರು ನಿಜವಾಗಿಯೂ ಎಲ್ಲರೂ ಮುಂದೆ ಬರ್ತಾ ಇದ್ದಾರೆ. ನಾವೇನ್ ಮಾಡ್ತಾ ಇದ್ದೇವೆ ಅಂದ್ರೆ, ನನ್ನ ತಿಳುವಳಿಕೆ ಮಟ್ಟಿಗೆ ನಾನು 1995ರಿಂದ ನನ್ನ ಜನಪ್ರತಿನಿಧಿ ಪಂಚಾಯತ್ ಮೆಂಬರ್ ಆಗಿರುವಾಗ ಎಲ್ಲಿಯಾದ್ರೂ ಯಾವ್ದಾದ್ರು ಒಂದು ಪದ್ಧತಿ ಸರ್ಕಾರದಲ್ಲಿ ಸಿಕ್ಕುದಿದ್ರೆ ಅದರೊಂದು ಸಮಿತಿ ಮಾಡುವಾಗ ಸಾಧಾರಣ 95% ಜನ ಹಿಂದೂಗಳು ಅಲ್ಲಿ ಇದ್ರು, ಅಲ್ಲಿ ಕೇವಲ 1-2 ಜನ ಅಲ್ಪಸಂಖ್ಯಾತ ಇದ್ರೆ ಅದರ ಸಮಿತಿ ಮಾಡುವಾಗ ನಮ್ಮವರೆಲ್ಲ ನಾನದರಲ್ಲಿಲ್ಲ ಮೆಲ್ಲ ಆ ಜನರು ಹೇಳಿ ಆ ಸಮಿತಿಯ ಅಧ್ಯಕ್ಷನಾಗಿ ಇನ್ನು ಅದರ ಜವಾಬ್ದಾರಿಯನ್ನು ಅವರ ಕೈಗೆ ಕೊಟ್ಟು ಬಿಡುವಂತ ಒಂದೇ ವರ್ಷ. ಯಾಕಂದ್ರೆ ನಾವು ಜಾರಿಕೊಳ್ಳುವುದು ಮುಂದುವರಿಯುವಂಥ ಸಂದರ್ಭದಲ್ಲಿ ನಾವೆಲ್ಲ ಕೇವಲ ವರ್ತಮಾನದ ಸ್ಥಿತಿಯನ್ನು ಮಾತ್ರ ಅಭ್ಯಾಸ ಮಾಡ್ತೇವೆ ವಿನಃ ಕಳೆದು ಹೋದಂಥ ಕಾಲಘಟ್ಟವನ್ನು ಯಾವತ್ತೂ ಕೂಡ ಅಭ್ಯಾಸ ಮಾಡ್ತಾ ಇಲ್ಲ. ಕಳೆದು ಹೋದ ಕಾಲಘಟ್ಟದಲ್ಲಿ ಯಾವುದೇ ಒಂದು ವ್ಯವಸ್ಥೆ ಇವತ್ತು ಇಷ್ಟು ಎತ್ತರಕ್ಕೆ ಬೆಳೆದು ಬಂದಿದೆ ಅಂತಾದರೆ ನಾವು ಸಂಘಟನಾತ್ಮಕವಾಗಿ ತುಂಬ ಬೆಳೆದಿದ್ದೇವೆ. ಈಗ ನನ್ನ ಹತ್ರ ಒಬ್ಬ ಕಾರ್ಯಕರ್ತ, ಸಾಮಾನ್ಯ ನಮ್ಮ ಕಾರ್ಯಕರ್ತ, ಆ ಕಾರ್ಯಕರ್ತ ಮಾತನಾಡ್ತಾ ಹೇಳಿದ, ನನಗೆ ಸಂತೋಷ ಉಂಟು. ಈಗ ಒಂದು 10 ವರ್ಷ ಹಿಂದೆ ನಾವು ಪೊಲೀಸ್ ಸ್ಟೇಷನ್ಗೆ ಹೋಗುವಂಥ ಸಂದರ್ಭದಲ್ಲಿ ನಮ್ಮನ್ನು ಯಾರು ಕೂಡ ಮೂಸುವವರು ಇಲ್ಲ ಇತ್ತು. ಅಷ್ಟು ಕೂಡ ನಾವು ಒಂದು ನಿಕೃಷ್ಟ ಜಂತುಗಳು ಅಂತ ಹೇಳುವ ಭಾವನೆ ಇತ್ತು. ಆದರೆ ಈಗ ಹೋದ ಕೂಡಲೇ SI ಅವರು ನಮಗೆ ಕುಳಿತುಕೊಳ್ಳಿಸಿ ಒಂದು ಚಾಯೆ ತಂದು ಕೊಡುವ ಮಟ್ಟಕ್ಕೆ ನಾವು ಬೆಳೆದಿದ್ದೇವೆ ಅಂತ ಒಬ್ಬ ಸಾಮಾನ್ಯ ಕಾರ್ಯಕರ್ತನ ಮಾತು. ಸಂಘಟನೆ ಅಷ್ಟು ಬೆಳೆದಿದೆ. ಆದರೆ ಸಂಘಟನೆ ಬೆಳಿಬೇಕು ಅಂತಾದರೆ ಅದರ ಹಿಂದೆ ದುಡಿದವರು ಯಾರು, ಆ ಹಳೆಯ ಬೇರು ಮತ್ತು ಹೊಸ ಚಿಗುರು ಸೇರಿದರೆ ಮಾತ್ರ ಯಾವತ್ತೂ ಕೂಡ ಒಂದು ಗಟ್ಟಿಯಾಗಿರುವಂಥ ವ್ಯವಸ್ಥೆಯನ್ನು ಕಾಪಾಡಿಕೊಂಡು ಬರಲಿಕ್ಕೆ ಸಾಧ್ಯ ಇದೆ. ಆ ದೃಷ್ಟಿಯಿಂದ ಇವತ್ತು ಈ ಮಹಾಸಭೆಯ ಸಂದರ್ಭದಲ್ಲಿ ತುಂಬಿದ್ದೀರಿ ತಾವೆಲ್ಲರೂ ಕೂಡ. ಇಳಿ ವಯಸ್ಸಿನಲ್ಲಿಯೂ ಕೂಡ ಸಂಘಟನೆ ಉಳಿಬೇಕು, ಸಂಘಟನೆ ಬೆಳಿಬೇಕು ಎಂಬ ಒಂದು ಚಿಂತನೆ ಅದು ನಿಜಕ್ಕೂ ಕೂಡ ಅತ್ಯಂತ ಪ್ರಶಂಸನೀಯವಾಗಿರುವಂಥ ವಿಚಾರ. ಶ್ರೀಯುತ ನಾರಾಯಣ ಭಟ್ರು ಈಗ ಮಾತನಾಡುವಾಗ ಹೇಳಿದಂತೆ, ನಾರಾಯಣ ಭಟ್ರು
ಆ ದಂಪತಿಗಳು, ನಾನು ಹಲವು ಸಲ ಆಶ್ರಮಕ್ಕೆ ಹೋದವ, ಅವರಿಗೆ ಯಾವುದೇ ರೀತಿಯ ವೇದಿಕೆ ಬೇಡ, ಅವರನ್ನು ಯಾರು ಗುರುತಿಸುವುದು ಬೇಡ, ಯಾವುದೂ ಇಲ್ಲ. ಏನು ಮಾಡ್ತಾ ಇದ್ದಾರೆ ಅಂದರೆ, ತನ್ನ ಜೀವನದಲ್ಲಿ ಭಗವಂತ ತನಿಗೇನಿಗೆ ಕೊಟ್ಟಿದ್ದಾನೋ ಆ ಕೊಟ್ಟದ್ದನ್ನು ಸರಿಯಾಗಿ ತಿಳ್ಕೊಂಡು ಅದನ್ನು ನಾನು ಸಮಾಜಕ್ಕೆ ಅರ್ಪಿಸಬೇಕಾದ ನನ್ನ ಕರ್ತವ್ಯ ಎಂಬ ಭಾವನೆಯೊಂದಿಗೆ ಅವರು ಕೆಲಸ ಮಾಡ್ತಾ ಇದ್ದಾರೆ. ಯಾರ ಪ್ರಶಂಸೆಯೂ ಬೇಡ. ಈಗ ನಾವೆಲ್ಲ ಹೇಗಿದ್ದೇವೆ ಅಂದರೆ, ಒಂದು 10 ರೂಪಾಯಿಗೆ ಕೆಲಸ ಮಾಡಿದರೆ 10 ಮಿನಿಟ್ನಲ್ಲಿ ಅದು ದೇಶ ವಿದೇಶಗಳಲ್ಲಿ ಸೋಷಿಯಲ್ ಮೀಡಿಯಾದಲ್ಲಿ ಹೋಗೋ ಮಟ್ಟಿಗೆ ನಮಗೂ ಕೂಡ ಫೋಟೋ ತೆಗೆಯುವಂಥ ಹುಚ್ಚು ಪ್ರಾರಂಭ ಆಗಿದೆ. ಅಂಥ ಸಂದರ್ಭದಲ್ಲಿ ಇದು ಯಾವುದನ್ನು ಕೂಡ ಅಪೇಕ್ಷಿಸದೆ ತಾನು ಈ ಮಣ್ಣಿಗೋಸ್ಕರವಾಗಿ ದುಡಿಬೇಕಾದ್ದು, ಭಗವಂತ ಕೊಟ್ಟಿರುವಂಥ ಶಕ್ತಿಯನ್ನು ಮಣ್ಣಿಗೋಸ್ಕರವಾಗಿ ವ್ಯಯಿಸಬೇಕಾದ್ದು ನನ್ನ ಕರ್ತವ್ಯ ಎಂಬ ಭಾವನೆಯೊಂದಿಗೆ ಆ ತ್ಯಾಗ ಬುದ್ಧಿಯಿಂದ ಸೇವೆ ಮಾಡುವಂಥ ಹಿರಿಯರು ಇರುವ ಕಾರಣವೇ ಇವತ್ತು ನಾವೆಲ್ಲರೂ ಕೂಡ ಉಳಿದಿದ್ದೇವೆ. ಏನೇ ಆಗಲಿ, ಒತ್ತಡದ ಮಧ್ಯೆಯೂ ಕೂಡ ಈ ಕಾರ್ಯಕ್ರಮದಲ್ಲಿ ಭಾಗವಹಿಸಲಿಕ್ಕೆ ನನಗೆ ಅವಕಾಶ ಸಿಕ್ಕಿದರೆ ಅದು ಭಗವಂತನ ದಯೆ. ಆ ಭಗವಂತನ ಅನುಗ್ರಹ, ಕೃಪಾ, ಶ್ರೀರಕ್ಷೆಗಳು ನಮ್ಮ ಮೇಲೂ ತಮ್ಮ ಮೇಲೂ ಯಾವತ್ತೂ ಕೂಡ ಇರಲಿ. ನಾವೆಲ್ಲರೂ ಸೇರಿ ನಮ್ಮ ಹಿರಿಯರ ಕನಸಿನ ಭಾರತವನ್ನು ಕಟ್ಟುವಲ್ಲಿ ಒಟ್ಟಾಗಿ ದುಡಿಯೋಣ ಎಂಬ ವಿನಮ್ರವಾಗಿರುವಂಥ ವಿನಂತಿಯನ್ನು ಮಾಡ್ತಾ, ಈ ಹಿರಿಯರ ಸಭೆಯಲ್ಲಿ ಒಬ್ಬ ಭಾರತೀಯ ಜನತಾ ಪಕ್ಷದ ಜಿಲ್ಲಾಧ್ಯಕ್ಷ ಎಂಬ ನೆಲೆಯಲ್ಲಿ ಒಬ್ಬ ತಮ್ಮೆಲ್ಲರ ಎದುರು ಒಬ್ಬ ಎಳೆಯವನ ನನಗೂ ಅವಕಾಶ ಮಾಡಿಕೊಟ್ಟದ್ದಕ್ಕೆ ಸಂಘಟನೆಯ ಎಲ್ಲ ಪದಾಧಿಕಾರಿಗಳಿಗೂ ಕಾರ್ಯಕರ್ತರಿಗೂ ವಂದಿಸ್ತಾ, ಇಲ್ಲಿ ಬಂದು ಸೇರಿರುವಂಥ ಎಲ್ಲ ಮಹಾಜನರಿಗೂ ಕೂಡ ഹൃദയപൂർവ്വകമായിരുന്ന അഭിനന്ദനങ്ങൾ സല്ലിസ്താ വിരമിಸ್ತೇನೆ. ജയ് ഹിന്ദ്. എന്നെ കൈപിടിച്ചു കൊണ്ടുവന്ന ഗുരുജനങ്ങളായ ആൾക്കാരിൽ ഇവിടെയുണ്ട്. എണ്ണി പറയാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അതുകൂടാതെ വളരെ ചെറിയ പ്രായത്തിൽ സംഘാദർശം എന്താണ് എന്ന് തിരിച്ചറിയുന്നതിന് മുമ്പേ സംഘശാഖയിലേക്ക് എന്നെ കൊണ്ടുവരാൻ നേതൃത്വം കൊടുത്ത, ആ കാലഘട്ടങ്ങളിൽ സംഘത്തെ വളർത്തിക്കൊണ്ടുവന്ന ശ്രേഷ്ഠ തുല്യരായ ആൾക്കാരും ഇവിടെയുണ്ട്. ഞാൻ സ്കൂളിൽ നിന്നും ഇങ്ങോട്ട് വരുമ്പോൾ എനിക്കൊന്ന് കണ്ടാൽ കൊള്ളാം എന്ന് ആഗ്രഹമുള്ള എൻ്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകരായ കുറെ അധ്യാപകന്മാരും അധ്യാപികമാരും ഇവിടെ ഉണ്ട്. ഇതിനേക്കാളും വലിയൊരു മഹാഭാഗ്യം ഒരു വ്യക്തിക്ക് കിട്ടാൻ അപൂർവത്തിൽ അപൂർവമാണ്. അതുകൊണ്ട് ഏറ്റവും സന്തോഷം നിറഞ്ഞ ഒരു ദിവസമാണ് എൻ്റേത്. വർഷങ്ങളായി കൂടെ പ്രവർത്തിച്ച്, അല്ലെങ്കിൽ സംഘടനാ പ്രവർത്തനങ്ങളിൽ ഒന്നിച്ച് പ്രവർത്തിച്ച്, കുറേ വർഷങ്ങളായി കാണാതിരുന്ന കുറേ അധ്യാപികമാരെയും അധ്യാപകന്മാരെയും ഇവിടെ കാണുന്നു എന്ന് പറയുന്നതാണ് ഈ സമ്മേളനത്തിൽ വ്യക്തിപരമായിട്ട് എൻ്റെ ലാഭം എന്ന് ഞാൻ. സ്വയം സേവകരും പ്രചാരകന്മാരുമായിട്ടുള്ള ആൾക്കാർ അധികാര സ്ഥാനത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ഇന്ന് ജീവിക്കുന്നത്. അത് തന്നെയാണ് നമ്മുടെ രവിയണ്ണൻ ഇവിടെ സൂചിപ്പിച്ചത്. ഒരു കാലഘട്ടത്തിൽ ഒരു പ്രശ്നത്തിന്റെ പേരിൽ പോലീസ് സ്റ്റേഷനിൽ പോയി കഴിഞ്ഞാൽ ഓച്ചാനിച്ച് നിൽക്കേണ്ടി വന്നിരുന്ന നമ്മുടെ പഴയ തലമുറ ഇന്ന് ഇതെല്ലാം കാണുന്നുണ്ട്. ഇന്നത്തെ യുവതലമുറ ഇടിച്ചു കയറി പോലീസ് സ്റ്റേഷനിൽ പോയി SIയുടെ മുമ്പിലുള്ള കസേര വലിച്ച് നീക്കിയിരുന്ന് കാര്യം പറയുന്ന അവസ്ഥയിലേക്ക് നമ്മുടെ പ്രസ്ഥാനം, നമ്മുടെ ആദർശം വളർന്നു. ഇങ്ങനെ രാഷ്ട്രത്തിന്റെ യശസ് നമ്മൾ ആഗ്രഹിച്ച രീതിയിൽ ഉയർന്നു നിൽക്കുമ്പോഴാണ് നമ്മൾ ഈ സമ്മേളനം സംഘടിപ്പിക്കുന്നത് എന്നുള്ളത് വളരെ പ്രധാനമാണ്. കാശ്മീർ താഴ്വരകളിൽ തീവ്രവാദികൾ നുഴഞ്ഞു കയറിയത് മുഴുവനും നമ്മൾ സുരക്ഷിതമാണ്, നമ്മൾ അതിർത്തി എന്ന് നമ്മൾ കരുതിയപ്പോഴാണ്. അത് അതിർത്തിയുടെ മാത്രം കഥയല്ല, നമ്മുടെ സമൂഹത്തിന്റെയും കൂടി കഥയാണ്. നരേന്ദ്രമോദി രാഷ്ട്രം ഭരിക്കുന്നു, നമ്മുടെ പ്രചാരകനായി രാഷ്ട്രപതി ഉപരാഷ്ട്രപതി അവിടെയുണ്ട്, സംസ്ഥാനങ്ങളെല്ലാം നമ്മുടെ സ്വയം സേവകരുടെ കൈകളിൽ സുരക്ഷിതമാണ് എന്ന് നമ്മൾ കരുതുമ്പോൾ തന്നെ രാഷ്ട്രവിരുദ്ധ ശക്തികൾ വലിയ പടക്കോപ്പുകൾ തയ്യാറാക്കുകയാണ്. ഈ പടയൊരുക്കങ്ങൾ നമ്മൾ അറിയാതെ കാണാതെ പോയി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും നമ്മുടെ ഉത്തരവാദിത്ത സ്ഥാനത്തിരിക്കുന്നവർക്ക് വലിയ വെല്ലുവിളികൾ നേരിടേണ്ടി വരും. സ്കൂളിൽ HM ആയി പൂർണ്ണസമയം പ്രവർത്തകൻ, ആർക്കു വേണ്ടി? സ്വന്തം കാര്യത്തിന് വേണ്ടി. ഇങ്ങനെ പെരുമാറുന്നവരുണ്ട്. അത് ആണോ ശരി? നമ്മൾ റിട്ടയർ ആയ ശേഷം വീണ്ടും നമ്മൾ എന്തിനാ പണിക്ക് പോകേണ്ട ആവശ്യം? നമ്മൾക്ക് ജീവിക്കാനുള്ളത് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടില്ലേ? ഞാൻ അങ്ങനെയാണ് ചിന്തിക്കുന്നത്. നമ്മൾ പിന്നീട് നമ്മുടെ സമയം സമൂഹത്തിന് വേണ്ടിയിട്ടുള്ളതല്ലേ, സമാജത്തിന് വേണ്ടിയിട്ടുള്ളതല്ലേ?
56 വയസ്സിൽ റിട്ടയർ ആയി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഒരു 10-15 കൊല്ലത്തിൽ നെട്ടും ബോൾട്ടെല്ലാം ലൂസാവും. സംശയം വേണ്ട, ആശുപത്രിയിലാവുന്ന അർത്ഥം. പിന്നീട് അവിടെ ICUയിൽ കിടന്ന് ജീവിക്കേണ്ട ഒരു അവസ്ഥയിൽ സമാജ സ്നേഹമെല്ലാം വന്നിട്ട് കാര്യമില്ല. ഈ ഞരമ്പുകൾ ഇത്തിരി രക്തത്തിന്റെ ഓട്ടം ബാക്കിയുണ്ടെങ്കിൽ മാത്രമേ ഇതെല്ലാം ചെയ്യാൻ സാധിക്കൂ. അത് അവശേഷിക്കുന്ന കാലഘട്ടത്തിലോളം സമാജ ബോധത്തോടു കൂടി ജീവിക്കുക എന്ന് പറയുന്നത് തന്നെയല്ലേ നമ്മളുടെ കടമ. ആ ഒരു പൂർണ്ണ ഉത്തരവാദിത്ത ബോധമുള്ള ഒരു കൂട്ടം ദേശഭക്തരുടെ മുമ്പിലാണ് ഞാൻ ഈ അധിക പ്രസംഗം പറയുന്നത് എന്നുള്ള കുറ്റബോധം എനിക്കുണ്ട്. ഏതായാലും പറയാനുള്ള അതിയായ ആഗ്രഹം കൊണ്ടാണ് ഇത്തരം കാര്യങ്ങൾ പറഞ്ഞത്, ക്ഷമിക്കണം. ഏതായാലും ദേശീയ അധ്യാപക പരിഷത്തിന്റെ പ്രതിനിധി എന്ന നിലയിൽ കേരള സ്റ്റേറ്റ് പെൻഷനേഴ്സ് സംഘിന്റെ ഈ ജില്ലാ ಸಮ್ಮೇಳನത്തിൽ ಎಲ್ಲವಿಧ ಆಶಂಸೆಗಳು അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, ನಮಸ್ಕಾರ. ವೃತ್ತಿಯಾದರೂ ಪ್ರವೃತ್ತಿಯಿಂದ ಸಮಾಜ ಸೇವೆಗೆ ನಮ್ಮನ್ನು ತೊಡಗಿಸಿಕೊಳ್ಬೇಕು, ಕಾರ್ಯನಿರತರಾಗಬೇಕು ಎಂಬಂಥ ಕಿವಿ ಮಾತನ್ನ ನಮ್ಮ NTU ರಾಜ್ಯ ಕಾರ್ಯದರ್ಶಿಗಳಾಗಿರ್ತಕ್ಕಂಥ ಶ್ರೀ ಪ್ರಭಾಕರ್ ನಾಯರ್ ಹೇಳುವ ಮೂಲಕ ನಮಗೆ ಕರೆ ಕೊಟ್ಟಿದ್ದಾರೆ. നമ്മൾ ഈ പറഞ്ഞ ദേശീയത എന്താണ് നമുക്കറിയുന്നത്. ഈ ദേശീയതയിൽ ഇപ്പം ഈ കേരള NGO സംഘിന്റെ ജില്ലാ സെക്രട്ടറിയായിട്ട് ഇവിടെ നിൽക്കുന്നതും ആ ദേശീയതയുടെ പുറത്താണ്. അപ്പം പിന്നീട് എൻ്റെ വിദ്യാഭ്യാസ ഭാവിയിൽ ഞാൻ പ്രീ ഡിഗ്രി കഴിഞ്ഞിട്ട് മണിപ്പാലിൽ ഫാർമസി പഠിക്കാൻ വേണ്ടി ജോയിൻ ചെയ്തു. ജില്ലാ സെക്രട്ടറി എന്ന നിലയിൽ ഈ കോവിഡ് കാലത്താണ് ഞാൻ സെക്രട്ടറി പദവി ഏറ്റെടുത്തത്. എനിക്കറിയാലോ, കോവിഡ് കാലത്ത് ഓരോ സ്ഥാപനത്തിലും കയറുകെട്ടിരിക്കും. അങ്ങോട്ട് കയറരുത്, അങ്ങോട്ട് കയറിയാലേ എന്തെങ്കിലും പിരിവ് നടത്താനോ അല്ലെങ്കിൽ കാര്യങ്ങൾ പറഞ്ഞ് നോട്ടീസ് കൊടുക്കാൻ പറ്റും. സിവിൽ സ്റ്റേഷനിൽ പോയി കഴിഞ്ഞാൽ കയറടി ഉണ്ടാവും, ഒരാളോ രണ്ടാൾ കയറാം, നല്ലോണം നിങ്ങൾ 4 പേര് 5 പേര് കയറാൻ പറ്റില്ല. അങ്ങനത്തെ കാലഘട്ടമാണ് ഇപ്പം കഴിഞ്ഞത്. കഴിഞ്ഞ 1 ವರ್ಷമായിട്ട് സെക്രട്ടറിയാണ്, ജില്ലാ സെക്രട്ടറിയാണ്. അപ്പോൾ വളരെ ബുദ്ധിമുട്ട്. ಎಲ್ಲರೂ ಜೊತೆಯಲ್ಲಿದ್ದುಕೊಂಡು ಸಂಘಟನೆ ಇಷ್ಟು ಬಲಪಡಿಸಲಿಕ್ಕೆ ಸಾಧ್ಯವಾಗಿದೆ. ನಮ್ಮ ಸಭೆ ನೋಡಿದರೆ ಸಾಕು, ನಾವು ಸುಸಂಸ್ಕೃತರ ಸಭೆ ಸಂಪನ್ನಗೊಂಡದ್ದು. ನಮ್ಮ ಸಂಘಟನೆಯ ವಿಶೇಷತೆ ಇದೆ. ಯಾಕೆಂತ ಹೇಳಿದರೆ ಉಳಿದ ಸಂಘಟನೆಗಳಲ್ಲಿ ನಾವು ನೋಡಿರ್ಬೋದು, ಪ್ರತಿಯೊಂದು ಸಂಘಟನೆಗಳಲ್ಲಿ ಕೂಡ ನಾವು ಭಾಗವಹಿಸಲಿರ್ಬೋದು. ನಮಗೆ ಈ ಸಂಘಟನೆ ನೆನಪಾಗುವಾಗ ನನಗೆ ಇದರ ಕುರಿತಾಗುವುದಾಗ್ತದೆ. ನಮ್ಮ ಅಧ್ಯಕ್ಷತೆಯಲ್ಲಿ ನಡೆಯಿತು. ಮೊದಲಿಗೆ ಧ್ವಜಾರೋಹಣ ಮಾಡಿ ಪ್ರಾರ್ಥನೆಯೊಂದಿಗೆ ಸಮ್ಮೇಳನವು ಪ್ರಾರಂಭವಾಯಿತು. 74 ಪ್ರತಿನಿಧಿಗಳು ಭಾಗವಹಿಸಿ ಸಮ್ಮೇಳನವನ್ನು ಯಶಸ್ವಿಗೊಳಿಸಿದರು. ಕಳೆದ ಸ್ಟೇಟ್ಮೆಂಟ್ ಪ್ರೆಸೆಂಟ್ ಮಾಡಿದ್ದರಿಂದ 31/12 ಈಗ ಪ್ರೆಸೆಂಟ್ ಮಾಡ್ತಿದ್ದೇನೆ. 16/12, 20/20 ಲಾಸ್ಟ್ ಪ್ರೆಸೆಂಟ್ ಮಾಡಿದ್ದು. ಈ ಬಗ್ಗೆ ಏನಾದರೂ ಸಂಶಯಗಳಿದ್ದರೆ ತಾವು ಕೇಳಬೇಕು, ಅದಕ್ಕೆ ಉತ್ತರವನ್ನು ಕೊಡ್ತೇವೆ. ಅಲ್ಲ ಅಂತಂದರೆ ಇನ್ನು ಮುಂದಿನ ಭಾಗ ಅದನ್ನು ಅಂಗೀಕರಿಸಬೇಕು ಅಂತ ತಮ್ಮಲ್ಲಿ ಕೇಳಿಕೊಳ್ತೇವೆ. ಹೆಚ್ಚಿನವರು ಇದರಲ್ಲಿ ಅಧ್ಯಾಪಕರಾಗಿ ವೃತ್ತಿಯಲ್ಲಿದ್ದವರು. ನನ್ನಂತಹ ಕೆಲವು ಜನ ಮಾತ್ರ, ಅಂದರೆ ನಾನು NGO ಸಂಘದಿಂದ ಬಂಧವಾಗಿದ್ದೇನೆ. ಇನ್ನು ಇದೇ ರೀತಿ ಈ ಸಂಘಟನೆಯ ಇನ್ನೊಂದು ರೂಪ ನಮ್ಮ ದಲಿತ ಆಫೀಸ್ ಸಂಘ ಉಂಟು. ಈ ಇವರೆಲ್ಲರಿಗೂ ಮಾತ್ರ ಇದಾಗಿರೋದು ನಾವು ಪರಿವಾರ ಸಂಘಟನೆಯ ಸಂಘ ಎನ್ನುವ ಇದರ ಅಡಿಯಲ್ಲಿ ನಾವೆಲ್ಲರೂ ಒಟ್ಟಿಗೆ ಸೇರಿದ್ದೇವೆ. ಈ ರೀತಿಯಿಂದಾಗಿ ಇದನ್ನು ಬೆಳೆಸಿಕ್ಕೂ ನಮಗೆ ಸುಲಭ ಆಯಿತು. ನಮ್ಮದೇ ಜನ ಇವತ್ತು ಬೇರೆ ಬೇರೆ ಸಂಘಟನೆಗಳಿದ್ದಾರೆ ಎಂದು ಸ್ಪಷ್ಟ ಹೌದು. ಇದನ್ನು ನಾವು ಯಾವ ರೀತಿಯಲ್ಲಿ ನಮ್ಮ ಸಂಘದಲ್ಲಿ ಸದಸ್ಯರನ್ನು ಕೊಟ್ಟು ಅವರನ್ನು ನಮ್ಮೊಟ್ಟಿಗೆ ಸಕ್ರಿಯವಾಗಿ ಸೇರಿಸಿಕೊಳ್ಬೇಕು ಎನ್ನುವ ಚಿಂತನೆ ಇದೆ. ಅದು ಕಾರ್ಯರೂಪಕ್ಕೆ ತರಲಿಕ್ಕೆ ಸ್ವಲ್ಪ ಕಷ್ಟ ಆಗ್ತಾ ಇರುವಂದರೆ ನಮ್ಮ ಎಲ್ಲರಿಗಿರುವ ಪ್ರಾಯ ಪರಿಧಿ. ನಮ್ಮ ಸಂಘಟನೆಯಲ್ಲಿ ಸದಸ್ಯರಿರುವ ಎಲ್ಲ ಪ್ರಯತ್ನಗಳನ್ನು ನಾವೆಲ್ಲರೂ ಸೇರಿ ಒಟ್ಟಿಗೆ ಮಾಡೋಣ. ಈ ಮೂಲಕ ನಮ್ಮ ಸಂಘದ ಚಟುವಟಿಕೆಗಳನ್ನು, ಪೆನ್ಷನ್ ಸಂಘದ ಚಟುವಟಿಕೆಗಳನ್ನು ಮುಂದುವರಿಸುವ ಅಥವಾ ಇನ್ನೂ ಇದಕ್ಕಿಂತ ವಿಪುಲೀಕರಣ ಮಾಡುವ ಅಂತ ಕೇಳಿಕೊಂಡು ತಮ್ಮೆಲ್ಲರ ಸಹಕಾರವನ್ನು ಇನ್ನೊಮ್ಮೆ ಬಯಸುತ್ತಾ ನನ್ನ 2 ಮಾತುಗಳನ್ನು ಮುಗಿಸ್ತೇನೆ. ಜೈ ಭಾರತ್. ಇದ್ದುಕೊಂಡು ಅನ್ಯ ಸಂಘಟನೆಯ ಕೆಲಸವನ್ನು ಮಾಡ್ತಾ ಇರುವಂತಹ ಅವರನ್ನು ಮತ್ತೊಮ್ಮೆ ಕರೆತರುವಂತಹ ಒಂದು ಪ್ರಯತ್ನ ಮರಳಿ ಮನೆಗೆ ಅಭಿಯಾನ ಮುಂದೆ ಆಗಲಿಕ್ಕಿದೆ. ಅಧ್ಯಕ್ಷರ ನೋವು ನಮಗೆಲ್ಲ ಅರ್ಥ ಆಗಿದೆ. ಅವರಿಗೆ ಬರಲಿಕ್ಕೆ ಮನಸ್ಸು ಉಂಟು, ಆದರೆ ಹುದ್ದೆ ಅವರನ್ನು ಬಿಡುವುದಿಲ್ಲ. ಈ ಬಗ್ಗೆ
ಇವತ್ತು ನಮ್ಮಿಂದ ಗೌರವವನ್ನು ಸ್ವೀಕರಿಸಿಕೊಂಡಂಥ ನಾಣ ಭಟ್ರು ಒಂದಷ್ಟು ವಿಚಾರಗಳನ್ನು ಮಂಡಿಸಿದ್ದಾರೆ. ಏನೇ ಆಗಲಿ ಮರಳಿ ಮನೆಗೆ ಕರೆದುಕೊಂಡು ಬರಬೇಕಾದಂಥ ಒಂದು ಕೆಲಸ ನಡೀಬೇಕಾಗಿದೆ. ನಮ್ಮ ಈಗಿನ ಅಧ್ಯಕ್ಷರು ಅದಕ್ಕೆ ತಕ್ಕಂಥ ಪ್ರಯತ್ನ ಪಡೆದಿದ್ದಾರೆ. ಎಲ್ಲರ ಸಹಕಾರ ಕೂಡ ಅದಕ್ಕೆ ಅಗತ್ಯ ಹೇಳಿಕೊಂಡು ಮುಂದೆ ಈ ವೇದಿಕೆ ಈ ಹಂತ ಒಂದನೇ ಹಂತ ಮುಗಿದಿದೆ. ಇದರ ಧನ್ಯವಾದಕ್ಕಾಗಿ ಶ್ರೀ ಮಾಧವ ನಾಯರ್ ಅವರನ್ನು ವೇದಿಕೆಗೆ ಆಹ್ವಾನಿಸಿದ್ದೇನೆ. ശ്രീ ജയന്ത പാട്ടാളി പ്രസിഡന്റ് ഇടനാട് സർവീസ് കോപ്പറേറ്റീവ് ബാങ്ക് ഇവർക്കും കേരള സ്റ്റേറ്റ് പെൻഷനേഴ്സ് സംഘ് കാസർഗോഡ് ജില്ലാ കമ്മിറ്റിക്ക് വേണ്ടി നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു.